ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സെപ്പോഴും കടലിലെ തിര പോലെ ചഞ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വസ്തുവിനെ വിട്ടാൽ മറ്റൊരു വസ്തു എന്ന നിലയ്ക്ക് അത് ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മനസ്സിൻ്റെ ഓട്ടത്തിനനുസരിച്ച് ശരീരത്തെയും വലിച്ചു കൊണ്ടുപോകാനാണ് മനസ്സിഷ്ടപ്പെടുന്നത്. പക്ഷേ ശരീരം അതിന് സാധ്യമല്ലാതാകുമ്പോൾ ദുഃഖമായിരിക്കും ഫലം. ശരീരത്തിനെന്നും ഒരേപോലെ അല്ലല്ലോ. അത് രോഗഗ്രസ്തമാകാം, ആരോഗ്യമാവാം, അവശതകൾ നിറഞ്ഞതാകാം. ഇതെല്ലാം ശരീരത്തിൻ്റെ സ്വഭാവങ്ങളാണ്. അതിനാൽ മനസ്സിനെ നമ്മൾ നിയന്ത്രണ വിധേയമാക്കേണ്ടത് ഏതൊരാളുടെയും മനോസുഖത്തിന് അനിവാര്യമായ ഘടകമാണ്. ദ്വേഷം മനസ്സിൽ സ്ഫുരിച്ചാൽ ശാന്തിമായും മനോദൂഷ്യമാളും. നാം അറിയില്ല നാം ചെയ്യുന്നതെന്തെന്ന് ചിന്തകൾ വ്യാമിശ്രമാകും. മനസ്സ് നമ്മുടെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ മനസ്സിനുണ്ടാകുന്ന അല്ലെങ്കിൽ മനസ്സ് നമുക്ക് വരുത്തി തീർക്കുന്ന വിപത്തുകൾ എന്തൊക്കെയാണ് എന്ന് എണ്ണി ഇവിടെ പറഞ്ഞു തരികയാണ്. ദ്വേഷം മനസ്സിൽ സ്ഫുരിച്ചാൽ, ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോടോ വിദ്വേഷ മനോഭാവം നമുക്കുണ്ടായാൽ, അതായത് ഈ ഒരു വസ്തുവിനോട് നമുക്ക് ഇഷ്ടമില്ലായ്മ, അതാണ് ദ്വേഷം. അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, ഇതിനെല്ലാം പറയുന്ന പേരാണ് ദ്വേഷം. ദ്വേഷം മനസ്സിൽ സ്ഫുരിച്ചാൽ അത് വസ്തുവിനോടാവാം, വ്യക്തിയോടാവാം, എന്തുമാവാം. ഒരു ആദർശത്തോടാകാം, ഒരു പ്രസ്ഥാനത്തോടാകാം. ഇങ്ങനെ ഈ ദ്വേഷം പലതിനോടുമാകാം. ഏതിനോടായാലും ദ്വേഷം മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താണ്? ദ്വേഷം മനസ്സിൽ സ്ഫുരിച്ചാൽ ശാന്തിമായും, നമ്മുടെ സമാധാനം അതോടുകൂടി പോയി. ശാന്തിമായും മനോദൂഷ്യമാളും. മനസ്സിൽ പിന്നെ ദ്വേഷം തുടങ്ങി, പിന്നെ കാമം, ക്രോധവും, മതവും, മത്സര്യവും മുതലായ അനേക ദൂഷ്യവശങ്ങളൊക്കെ ആളിക്കത്താൻ തുടങ്ങും. മനസ്സിൽ എന്തെല്ലാം പൊന്താൻ പറ്റുന്നതായിട്ടുണ്ടോ അതെല്ലാം പൊന്തിക്കൊണ്ടിരിക്കും. ആളും എന്ന് പറഞ്ഞാൽ വളരും. ദ്വേഷം മനസ്സിൽ സ്ഫുരിച്ചാൽ ദ്വേഷം മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ശാന്തിമായും, നമ്മുടെ മനസ്സിൻ്റെ സമാധാനം അതോടുകൂടി നഷ്ടപ്പെട്ടു പോയി. മനോദൂഷ്യമാളും, മനസ്സിൽ പിന്നെ പലതരത്തിലുള്ള ദുഷ്പ്രവണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നാം അറിയില്ല നാം ചെയ്യുന്നതെന്തെന്ന്. പിന്നീടുള്ള അവസ്ഥ എന്താണ്? അടുത്ത സ്റ്റെപ്പ്, നമ്മൾ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചായിരിക്കില്ല. നാം അറിയില്ല നാം ചെയ്യുന്നതെന്തെന്ന്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ് പറയേണ്ടത്, എന്താണ് പറയാൻ പാടില്ലാത്തത്, ആരോടാണ് പറയേണ്ടത്, ആരോടാണ് പറയാൻ പാടില്ലാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും നമുക്കറിയാതെയാകും. മാനിക്കേണ്ടവരെ നിന്ദിക്കും. ഇത് മനസ്സിന് വരുന്ന വ്യാമിശ്ര ചിന്തകളാണ്. ശാന്തിമായും മനോദൂഷ്യമാളും. നാം അറിയില്ല നാം ചെയ്യുന്നതെന്തെന്ന് ചിന്തകൾ വ്യാമിശ്രമാകും. പിന്നീട് ഉണ്ടാകുന്ന ചിന്തകളൊക്കെ പരസ്പര വിരുദ്ധമായിരിക്കും. വേണ്ടതും വേണ്ടാത്തതും എല്ലാം കൂട്ടിക്കലർത്തി ഓരോ വ്യക്തിയോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം മറന്നു. എല്ലാം വികലമായി അശാന്തി വരുത്തിക്കൊണ്ട് അന്തരീക്ഷം മാലിന്യം നിറച്ച് കവിഞ്ഞൊഴുകിക്കൊണ്ടായിരിക്കും പിന്നീട് ആ വ്യക്തിയുടെ ജീവിതം. അയാൾക്കും ആ വ്യക്തി സ്വയം ദുഃഖത്തെ ഉണ്ടാക്കുന്നു.
അടുക്കുന്ന ജനങ്ങൾക്കെല്ലാം ആ ദുഃഖാനുഭവം അനുഭവമാക്കുന്നു. ആരും അത്തരം വ്യക്തികളോടടുത്ത് പെരുമാറാൻ ഇഷ്ടപ്പെടുകയുമില്ല. അപ്പോൾ മനസ്സ് കൂടുതൽ ഏകാന്തതയിൽ ദുഃഖിതമാകുന്നു. ഇതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പതനം എന്ന് പറയുന്നത്. ഒരൊറ്റ വികാരേ പൊന്തി വന്നുള്ളൂ. ദ്വേഷം മനസ്സിൽ സ്ഫുരിച്ചാൽ ശാന്തിമായും മനോദൂഷ്യമാളും. നാം അറിയില്ല നാം ചെയ്യുന്നതെന്തെന്ന് ചിന്തകൾ വ്യാമിശ്രമാകും. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യന് സമാധാനം കണി കാണാൻ പോലും പറ്റുകയില്ല. ഇതെവിടുന്നാ തുടക്കം? ഒരു ദ്വേഷമുണ്ടായതാണ്. അതുപോലെ ഒരു കാമം തലപൊക്കിയാൽ മതി, ഒരാഗ്രഹമുണ്ടായാൽ മതി, അതിൻ്റെ പിന്നിൽ ബാക്കിയെല്ലാം കൂട്ടുകാരും വന്നു ചേരും. അതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മുടെ മനസ്സിൻ്റെ ചെയ്തികളെ നമ്മൾ ചെയ്യാനും അതിനെ വീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം. മനസ്സ് വിപത്ത് വരുത്താൻ പോകുമ്പോൾ അതിനെ തടയേണ്ടത് വിവേകിയായുള്ള അതിൻ്റെ ഉടമസ്ഥനായ ജീവനാണ്. ആ ജീവൻ തൻ്റെ ഉപകരണമായിരിക്കുന്ന ബുദ്ധിയെയും മനസ്സിനെയും ശരീരത്തെയും വേണ്ടതുപോലെ നിയന്ത്രിക്കുകയും വേണ്ടാത്ത വഴിയിലേക്ക് പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുകയും തൻ്റെ നിയന്ത്രണത്തിൽ മനോബുദ്ധി ശരീരാദികളെ വരുത്തുകയും ചെയ്യണം. അപ്പോൾ മാത്രമേ ജീവിതം വിജയപ്രദമാവുകയുള്ളൂ. ഈ ശാന്തി മന്ത്രം നമുക്ക് ഒന്നുകൂടി ഉരുവിട്ട് നോക്കാം. ദ്വേഷം മനസ്സിൽ സ്ഫുരിച്ചാൽ ശാന്തിമായും മനോദൂഷ്യമാളും. നാം അറിയില്ല നാം ചെയ്യുന്നതെന്തെന്ന് ചിന്തകൾ വ്യാമിശ്രമാകും.